തിരുവനന്തപുരത്ത് CPIM-ന്റെ പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ സംഘർഷ സമാനമായ സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അവിടെ SFI പ്രവർത്തകരൊക്കെ ഈ പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. പുറത്ത് കൂടുതൽ പോലീസ് സന്നാഹം എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് ഈ പ്രവർത്തകരെ, അകത്ത് നിന്ന് പ്രവർത്തകരെ കസ്റ്റഡിയിലെടുക്കും എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് പോലീസ്. പക്ഷേ ആരെയും അകത്തേക്ക് കടത്തിവിടില്ല. പാർട്ടി ഓഫീസിൽ നിന്ന് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാൻ അനുവദിക്കില്ല, കസ്റ്റഡിയിലെടുക്കാൻ അനുവദിക്കില്ല എന്ന നിലപാട് CPIM നേതാക്കളും സ്വീകരിച്ചിട്ടുണ്ട്. അവിടെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി V. ജോയി, ആനാവൂർ നാഗപ്പൻ, A. സമ്പത്ത് തുടങ്ങിയ നേതാക്കളുണ്ട്. നമുക്ക് ഷഫീദ് റാവുത്തറിലേക്ക് പോകാം. ഷഫീദ് റാവുത്തർ, എന്തൊക്കെയാണ് ഇപ്പോൾ അവിടെയുള്ള ഏറ്റവും ഒടുവിലത്തെ സ്ഥിതിഗതികൾ? ദിലീപ് കുമാർ, അല്പസമയം മുൻപ് വരെ പിണറായി വിജയന്റെ ബേക്കറി ജംഗ്ഷനിലെ വീടിന് മുൻപായിരുന്നു നമ്മുടെ ശ്രദ്ധാകേന്ദ്രമെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. അതായത് പലതരത്തിലുള്ള പല ക്യാമറ ഔട്ടുകളിൽ നമ്മുടെ ദൃശ്യങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിന് മുൻപിൽ ഒരു വലിയ സംഘം പോലീസ് അവർ നിലയുറപ്പിച്ചിട്ടുണ്ട്. അതായത് അല്പസമയം മുൻപ് DCP അടക്കമുള്ള ആളുകൾ CPIM-ന്റെ നേതാക്കളുമായി, V. ജോയി അടക്കമുള്ള നേതാക്കളുമായി സംസാരിച്ചിരുന്നു. അതായത് പിണറായി വിജയന്റെ വീട്ടിലെ ED റെയ്ഡുമായി ബന്ധപ്പെട്ട ED ഉദ്യോഗസ്ഥർ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവർക്കെതിരെ വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു. മാത്രമല്ല അവരുടെ വാഹനമടക്കം ആക്രമിക്കുന്ന സംഭവമുണ്ടായി. അല്പസമയം മുൻപ് നമ്മൾ സ്വകാര്യ വാഹനത്തിന് ഡ്രൈവറായിട്ടുള്ള ഷ്യാമിന്റെ പ്രതികരണം നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തിന്റെ കണ്ണിലാണ് പരിക്കേറ്റിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ഒന്നുകൂടി ഈ ദൃശ്യങ്ങളൊന്ന് പതുക്കെ നമ്മളൊന്ന് പാൻ ചെയ്ത് കാണിക്കുകയാണെങ്കിൽ എത്രത്തോളം പോലീസ് ഉദ്യോഗസ്ഥർ ഈ പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിന് മുൻപിലുണ്ട് എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമാക്കാൻ കഴിയും. ഇപ്പോൾ DCP തപോഷ് ഉണ്ട്, തപോഷ് ബസ്മതാരി ഉണ്ട്. അദ്ദേഹമാണ് അല്പസമയം മുൻപ് V. ജോയി അടക്കമുള്ള നേതാക്കളോട് സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞത് ഈ തിരിച്ചറിഞ്ഞിട്ടുണ്ട്, കേന്ദ്ര ഏജൻസികളെ ആക്രമിച്ച ആളുകളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് സ്ഥിരീകരിക്കാത്തൊരു വിവരം കൂടി ദിലീപ് കുമാർ വരുന്നത് പോലീസിൽ നിന്ന് തന്നെയാണ്. ആ വിവരം തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ ഏതാണ്ട് 5 SFI പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഈ അക്രമ സംഭവവുമായി ബന്ധപ്പെട്ട് എന്നുള്ളതാണ്. പക്ഷേ നേരിട്ട് ആക്രമണം നടത്തിയ 3 പേർക്ക് വേണ്ടിയിട്ടാണ് ഇത്രയധികം പോലീസ് സംഘം പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിന് മുൻപിൽ നിലയുറപ്പിച്ചിരിക്കുന്നത്. ഈ പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിനകത്ത് CPIM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കളുണ്ട്. V. ജോയി ഉണ്ട്, ആനാവൂർ നാഗപ്പനുണ്ട്, അതേപോലെ A. സമ്പത്ത് ഉൾപ്പെടെയുള്ള നേതാക്കൾ അവരിവിടെ നിലയുറപ്പിച്ചിരിക്കുന്നു. DK മുരളിയുടെ അടക്കമുള്ള ആളുകളുണ്ട്, അവരിവിടെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. അകത്ത് കയറി, പാർട്ടി ഓഫീസിനകത്ത് കയറി ഏതെങ്കിലും തരത്തിൽ ആരെയും, ഒരു പാർട്ടി പ്രവർത്തകനെയും അറസ്റ്റ് ചെയ്യാൻ അനുവദിക്കില്ല എന്നുള്ള ഉറച്ച നിലപാട് ഇതിനോടകം തന്നെ പോലീസിനോട് CPIM നേതാക്കൾ അറിയിച്ചിട്ടുണ്ട്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഇന്ന് രാവിലെ ഏതാണ്ട് 7:15 മുതൽ തിരുവനന്തപുരം നഗരം അത് പല നാടകീയ സംഭവങ്ങൾക്കും സാക്ഷ്യം വഹിച്ചു. 6:10 ED ഉദ്യോഗസ്ഥർ പിണറായി വിജയന്റെ വീട്ടിൽ നടത്തിയ അല്ലെങ്കിൽ ആരംഭിച്ച റെയ്ഡ് മുതൽ തുടങ്ങുന്നു ആ നാടകീയ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ. അതിനുശേഷം ഏതാണ്ട് തൊട്ടടുത്ത ആദ്യ മണിക്കൂറുകളിൽ തന്നെ പ്രധാനപ്പെട്ട നേതാക്കൾ പിണറായി വിജയന്റെ വീട്ടിലേക്ക് വരുന്ന ജോൺ ബ്രിട്ടാസ് ആണ് ആദ്യം എത്തിയത്. പിന്നാലെ VK പ്രശാന്ത്, അതിനെ തുടരെ CPIM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ, CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള ആളുകൾ അവിടെ നിലയുറപ്പിക്കുന്നു. 12:00 ഒരിക്കൽ ഈ പ്രതിഷേധം കൈവിട്ടു വീടിനകത്തേക്ക് ED ഉദ്യോഗസ്ഥർ അകത്ത് റെയ്ഡ് നടത്തുമ്പോൾ പുറത്ത് പ്രവർത്തകരുടെ പ്രതിഷേധം നമ്മൾ കണ്ടതാണ്. അത് നേതാക്കൾ ഇടപെട്ടൊന്ന് ശാന്തമാക്കി. പിന്നീട് ED ഉദ്യോഗസ്ഥർ തിരികെ മടങ്ങി വരുന്ന സമയത്താണ് ഇപ്പോൾ നമുക്കിതാ പതുക്കെ ഈ പ്രധാനപ്പെട്ട ഈ ബേക്കറി ജംഗ്ഷൻ പാളയം റോഡാണ്. ആ റോഡിലേക്ക് നടന്ന് നമുക്കൊന്ന് പോകുമ്പോൾ തന്നെ നമുക്ക് എത്രത്തോളം പോലീസ് ഉദ്യോഗസ്ഥരെ ഇവിടെ നിയോഗിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു വലിയ സംഘർഷ സമാനമായ സാഹചര്യമായിരുന്നു ED ഉദ്യോഗസ്ഥർ ഈ പിണറായി വിജയന്റെ വീടിന് പുറത്തേക്ക് വന്ന സമയത്ത് ഉണ്ടായിരുന്നത്. 3 വാഹനങ്ങളിലായി ഉദ്യോഗസ്ഥർ ഗേറ്റ് കടന്ന് പുറത്തേക്ക് എത്തുമ്പോൾ തന്നെ പ്രവർത്തകർ അത് വളഞ്ഞു. പിന്നീട് കല്ലുകൊണ്ടും കമ്പുകൊണ്ടും ഈ വാഹനത്തിന്റെ ചില്ലുകളടക്കം അടിച്ചു തകർക്കുന്ന സംഭവം നമ്മൾ കണ്ടു. അവിടെയാണ് ED ഉദ്യോഗസ്ഥർക്കടക്കം പരിക്കേറ്റത്. അതിൽ ആദ്യം പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനുണ്ടായിരുന്ന ആദ്യ വാഹനത്തിൽ വലിയ ആക്രമണ സംഭവം അതിന് നേരെ ഉണ്ടായി. മുന്നിലത്തെയും പിന്നിലത്തെയും ആ ചില്ലുകൾ തകർക്കുന്ന സാഹചര്യം ഉണ്ടായി. മാത്രവുമല്ല ഈ വാഹനം തടഞ്ഞിടുന്ന സാഹചര്യം ഉണ്ടായി. പിന്നാലെ ഏറെ പണിപ്പെട്ടാണ് പോലീസ്, ഈ വലിയ സംഘം പോലീസ് ഉണ്ടായിരുന്നു, ഈ പോലീസ് ഈ വാഹനം അവിടെ നിന്ന് മാറ്റി പുറത്തേക്ക് പ്രധാനപ്പെട്ട റോഡിലേക്ക് കൊണ്ടുപോയത്. ആ റോഡിൽ ഈ വാഹനം കടന്നുപോയതിനു ശേഷം പിണറായി വിജയന്റെ പ്രതികരണം നമ്മൾ കേട്ടു. അതിനുശേഷം ഈ മടങ്ങിപ്പോവുകയായിരുന്ന പ്രവർത്തകരിൽ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തതാണ് ഇപ്പോൾ ഈ സംഘർഷത്തിന്, അല്ലെങ്കിൽ ഇപ്പോൾ ഈ സംഘർഷ സമാനമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നയിച്ചത്. 2 പ്രവർത്തകരെ, CPIM പ്രവർത്തകരെ പോലീസ് ഉദ്യോഗസ്ഥർ ജീപ്പിൽ കയറ്റിപ്പോയി. നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് DYFI പ്രവർത്തകരാണ്. അതോടുകൂടി മുഴുവൻ DYFI SFI പ്രവർത്തകരോടും ഈ പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് എത്താൻ CPIM സംസ്ഥാന നേതൃത്വം അടക്കം നിർദ്ദേശം നൽകുകയാണ്. ഇപ്പോൾ ഒരു ഭാഗത്ത് ഈ പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ ഗേറ്റിനകത്ത് പാർട്ടി പ്രവർത്തകരും, മറുഭാഗത്ത് റോഡിനെതിരെ വീണ്ടും CPIM-ന്റെ സംസ്ഥാന പ്രസിഡന്റ് സഞ്ജീവ് അടക്കമുള്ള ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അവർ കാണിക്കുന്ന കാര്യമെന്ന് പറയുന്നത് ഈ ED ഉദ്യോഗസ്ഥരുടെ വാഹനം ആക്രമിച്ച പ്രതികളുടെ ദൃശ്യങ്ങൾ അത് പോലീസ് ഉദ്യോഗസ്ഥരുമായി കാണിച്ച് അവരാണോ പ്രതികൾ എന്നുള്ള കാര്യം ഉറപ്പിക്കുകയാണ്. അതിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ അലിഗേഷൻസ് ഉണ്ടാകുമോ എന്നുള്ളത് ഏറ്റവും ആകാംക്ഷയുള്ള ഒരു കാര്യം കൂടിയാണ്. കാരണം ആരാണത് ആക്രമിച്ചത്? നമ്മുടെ ക്യാമറ ദൃശ്യങ്ങളിൽ തന്നെ കാര്യം ഉണ്ടായിരുന്നു. നമ്മുടെ ഏതാണ്ട് 4ഓളം ക്യാമറ ദൃശ്യങ്ങൾ നമ്മളത് കണ്ടതാണ്. ഈ പ്രവർത്തകർ വാഹനം എത്തുമ്പോൾ തന്നെ തടഞ്ഞു നിർത്തുന്നത്, തുടർന്ന് ഒരു പ്രവർത്തകൻ ഈ ഫ്രണ്ട് ഗ്ലാസ് അടക്കം വാഹനത്തിന് മുകളിലേക്ക് കയറി കൈകൊണ്ട് ഇടിച്ചു പൊട്ടിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ രീതിയിൽ അക്രമ സംഭവത്തിന്റെ ദൃശ്യങ്ങളടക്കമുള്ള കാര്യങ്ങളുണ്ട്. അതാണ് ഇപ്പോൾ പോലീസ് പരിശോധിക്കുന്നത്. ആളുകളെ ഐഡന്റിഫൈ ചെയ്യാനുള്ള നീക്കം നടക്കുകയാണ്.
നീക്കത്തിനു ശേഷം ഈ പ്രവർത്തകരുടെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകും. ഇതിനോടകം തന്നെ തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അഞ്ചോളം CPM പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നുള്ള സൂചനകൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ഈ ആക്രമണത്തിന് അല്ലെങ്കിൽ ഈ തകർക്കപ്പെട്ട വാഹനം അതും തമ്പാനൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് നിലവിൽ ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.